Good morning. Good morning, ma'am. Okay, Maria. Anu, okay, good morning. Okay, Sautanya, good morning. Good morning, ma'am. Okay, Trita, good morning. സുഖമായിട്ടിരിക്കുന്നു. Okay. Okay, Shasina. എങ്ങനെയുണ്ടായിരുന്നു 3 ദിവസം എല്ലാവരും? 1 ദിവസം അവധിയൊക്കെ കിട്ടിയിട്ട് എന്ത് ചെയ്തു എല്ലാവരും? മൂന്ന് ദിവസം അവധി കിട്ടിയിട്ട് എന്ത് ചെയ്തു? ഓക്കെ പ്രശ്നം കുട്ടികൾക്ക് സുഖമില്ല, ഹോസ്പിറ്റലിൽ പോയി. എന്താണ്? കുട്ടികൾക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലായിരുന്നു അല്ലേ? ഓക്കെ. എന്നിട്ട് ഇപ്പൊ ഓക്കെ ആയോ പിള്ളേർക്ക്? കുഴപ്പമില്ല, കുറവുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ് എടുത്തത്. അതിലൊരു നമ്മളൊരു 19 അല്ലെ, എത്രയെന്ന് പറഞ്ഞ് നമ്മള് 18 വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? എക്കോ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, വായിച്ചു നോക്കിയോ എല്ലാവരും? നോക്കി മാം. ഓക്കെ അല്ലേ? എളുപ്പമുള്ള ഭാഗങ്ങളാണ് കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള എക്യുപ്മെന്റ്സുകൾ നോക്കാം. നമുക്ക് ഇനി ഈ ഒരു ചാപ്റ്റർ കൂടെ നമുക്ക് എടുക്കാനുള്ളൂ കേട്ടോ. നമുക്ക് പതുക്കെ പോയാൽ മതി, സമയമുണ്ട്, കുറച്ചുകൂടെ സമയമൊക്കെ ഉണ്ട് നമുക്ക്. ഇന്നും നാളെയൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ അടുത്ത എക്യുപ്മെന്റ്സുകൾ പരിചയപ്പെടാം. അപ്പൊ എക്കോ വരെ നമ്മൾ പറഞ്ഞു നിർത്തി അല്ലെ? എക്കോ എന്ന വാക്ക് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം. ഒരു മിനിറ്റ്. നെക്സ്റ്റ് വരുന്നതാണ് ആവീസ്. എക്കോ എന്ന് പറയുമ്പോ അത് നമുക്കറിയാം, എക്കോ എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? അപ്പൊ എക്കോ കാർഡിയോഗ്രഫി എന്ന് നമ്മൾ പറയും അല്ലെ? എക്കോ എന്ന് പറഞ്ഞാൽ എക്കോ കാർഡിയോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾ അൾട്രാ സൗണ്ട് വേവ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഹൃദയത്തിന്റെ ഇമേജ് എടുക്കുന്ന അല്ലെ, ഹൃദയ പരിശോധന നടത്തുന്ന ആ ഒരു ടെസ്റ്റ് ആണ് എന്ത് എക്കോ ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ? The test is also known in the name of echocardiography or diagnostic cardiac ultrasound. കണ്ടോ, അൾട്രാസൗണ്ട് വേവ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹൃദയത്തിന്റെ ഇമേജ് എടുക്കുന്ന ആ ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ എക്കോ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, an echo uses sound waves to design the pictures of your heart chambers, valves and blood vessels attached to your skin. A probe called a transducer is passed over your chest. അല്ലെ? അപ്പൊ നമ്മൾ എക്കോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സൗണ്ട് വേവ്സുകളാണ് നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ഈ സൗണ്ട് വേവ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഹാർട്ടിന്റെ ചാമ്പറുകൾ അല്ലെ, ഹൃദയത്തിന്റെ അറകള്, വാൽവുകള്, അതുപോലെ തന്നെ ഹൃദയ ധമനികള്, ഹൃദയ ഭിത്തി അല്ലെ, ഇതിന്റെ എല്ലാം തന്നെ എന്താണ് ഇമേജ് നമ്മൾ രൂപപ്പെടുത്താണ് അല്ലെ? അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അൾട്രാ സൗണ്ട് വേവ്സ് ആണ് അല്ലെ? അപ്പൊ നമുക്കറിയാം, ശരിക്കും ഒരു സ്കാൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു പ്രോബ്. ആ പ്രോബിനെ നമുക്ക് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയാം കേട്ടോ. എന്താണ് പറയാ? ട്രാൻസ്ഡ്യൂസർ. ദാറ്റ് ഈസ് പാസ്ഡ് ഓവർ യുവർ ചെസ്റ്റ്. അത് നമ്മൾ ചെസ്റ്റിൽ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൃദയത്തിന്റെ ഈ പറയുന്ന ചാമ്പറുകൾ നമ്മൾ അതിന്റെ പിക്ചേഴ്സുകൾ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് എക്കോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് EEG അഥവാ ഇലക്ട്രോ എൻസെഫാലോഗ്രാഫ് എന്ന് പറയും അല്ലെ? EEG അഥവാ ഇലക്ട്രോ എൻസെഫാലോഗ്രാഫ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ECG പഠിച്ചിരുന്നു അല്ലെ? ECG എന്തായിരുന്നു? ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെ? നമ്മൾ ഹൃദയത്തിന്റെ
ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ECG എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് EEG. ഇവിടെ നമ്മൾ എന്താണ്, ഹാർട്ടിന് പകരം ബ്രെയിൻ ആണ് അല്ലെ, ഇലക്ട്രോ എൻസെഫാലോഗ്രാഫ് കേട്ടോ, ഇലക്ട്രോ എൻസെഫാലോഗ്രാഫ്. അതിന്റെ പേര് അവിടെ എഴുതിയിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാം അല്ലെ, അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കണം കേട്ടോ. എന്താണ് ഇലക്ട്രോ എൻസെഫാലോഗ്രാഫ്? സെഫാലോ എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് അല്ലെ, ടെർമിനോളജിക്ക് പഠിച്ചില്ലേ, സെഫാലോ. അപ്പൊ ഇലക്ട്രോ എൻസെഫാലോഗ്രാഫ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഡോക്യുമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് EEG അഥവാ ഇലക്ട്രോ എൻസെഫാലോഗ്രാഫ് എന്ന് പറയുന്നത് അല്ലെ. അതായത് നമ്മുടെ ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ അഥവാ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അത് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് EEG എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കേ, ജസ്റ്റ് മിനിറ്റ്. അപ്പൊ EEG ട്ടോ. അപ്പൊ നോക്കുക, നമ്മള് വായിക്കുകയാണ്, EEG is used to find the problems in the electrical functions of the brain that may be connected with certain brain disorders. അതായത് നമ്മുടെ ഈ മസ്തിഷ്ക രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഡിസോർഡേഴ്സുകൾ അല്ലെ, ആ ഡിസോർഡേഴ്സുകളൊക്കെ കണ്ടെത്തുന്നതിന്, അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ഫങ്ഷൻസുകൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ടെസ്റ്റ് ആണ് ഈ പറയുന്ന EEG അഥവാ ഇലക്ട്രോ എൻസെഫാലോഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. EEG is used to find the problems in the electrical function of the brain that may be connected with certain brain disorders. അതായത് നമ്മൾ പലതരത്തിലുള്ള ബ്രെയിൻ ഡിസോർഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ഫങ്ഷൻസുകൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡോക്യുമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ സംവിധാനമാണ് EEG എന്ന് പറയുന്നത് കേട്ടോ, ഇലക്ട്രോ എൻസെഫാലോഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ the measurements given by an EEG are used to verify various conditions including seizure disorders such as epilepsy, head injury, etc. നമ്മൾ പറഞ്ഞല്ലോ പലതരത്തിലുള്ള എന്താണ് മസ്തിഷ്ക രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ, എന്തൊക്കെ തരത്തിലുള്ള പ്രധാനമായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ബ്രെയിൻ ഡിസോർഡേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ്? ടു വെരിഫൈ വാരിയസ് കണ്ടീഷൻസ് ഇൻക്ലൂഡിംഗ് സീഷ്വർ ഡിസോർഡേഴ്സ്. സീഷ്വർ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ എന്താ എക്സാമ്പിൾ? എപ്പിലെപ്സി, അപസ്മാരം എന്ന് പറയും. ഈ അപസ്മാരം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിൽ വരുന്ന ഒരു തകരാറാണ്, ഒരു ഡിസോർഡർ ആണ്. അതുപോലെ തന്നെ ഹെഡ് ഇഞ്ചുറി അല്ലെ, ഗുരുതരമായിട്ടുള്ള ബ്രെയിൻ ഇഞ്ചുറീസ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള മസ്തിഷ്ക രോഗങ്ങള്, വൈകല്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ഫങ്ഷൻസും മറ്റും ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ് EEG അഥവാ ഇലക്ട്രോ എൻസെഫാലോഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ,
നെക്സ്റ്റ് വരുന്നതാണ് ഒഫ്താൽമോസ്കോപ്പ് കേട്ടോ. ഒഫ്താൽമോസ്കോപ്പ് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒഫ്താൽമോളജി, ഒഫ്താൽമോസ്കോപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു കാര്യം നമുക്കറിയാം, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ. അപ്പൊ നോക്കി, ഒഫ്താൽമോസ്കോപ്പ് ആൾസോ കോൾഡ് ഫണ്ടോസ്കോപ്പി is a test which permits a health professional to watch inside the fundus of the eye and other structures using an ophthalmoscope, bracket fundoscope. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഒഫ്താൽമോസ്കോപ്പിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ഫണ്ടോസ്കോപ്പ്. ഒഫ്താൽമോസ്കോപ്പിന് പറയുന്ന മറ്റൊരു പേരാണ് ഫണ്ടോസ്കോപ്പ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് അതിന്റെ പേര് ഫണ്ടോസ്കോപ്പ് എന്ന് പറയാൻ കാരണം എന്താ? എന്താണ് ഫണ്ടസ് എന്ന് പറഞ്ഞാല്? ഫണ്ടസ് മീൻസ് ഇറ്റ് ഈസ് ദ ബാക്ക് ലെയർ ഓഫ് ദ ഐ ആണ് കേട്ടോ. നമ്മുടെ കണ്ണിന്റെ ഏറ്റവും ഇന്നർ ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫണ്ടോസ്കോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഫണ്ടോസ്കോപ്പ് അതായത് ബാക്ക് ലെയർ ഓഫ് ദ ഐ, നമ്മുടെ കണ്ണിന്റെ ഏറ്റവും ആന്തരിക പാളിയിനെയാണ് നമ്മൾ ഫണ്ടോസ്കോപ്പ് എന്ന് പറയുന്നത്. ഫണ്ടസ് എന്ന് നമ്മൾ പറയുന്നത് അവിടെയാണ് നമ്മുടെ ഈ നെർവുകളും അതുപോലെ റെറ്റിന ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കാണപ്പെടുന്ന ആ ബാക്ക് ലെയർ ഓഫ് ദ ഐനെയാണ് നമ്മൾ ഫണ്ടസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഒബ്സർവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അതിന്റെ പേര് ഫണ്ടോസ്കോപ്പ് എന്ന് പറയും കേട്ടോ. ഓക്കെ, ഇൻസ്ട്രുമെന്റിന്റെ പേര് ഒഫ്താൽമോസ്കോപ്പ് അഥവാ ഫണ്ടോസ്കോപ്പ്. അത് ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന ടെസ്റ്റിന് നമ്മൾ എന്ത് പറയും? ഫണ്ടോസ്കോപ്പി എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഫണ്ടോസ്കോപ്പി is a test which permits a health professional to watch inside the fundus of the eye and the other structures using an ophthalmoscope. ഫണ്ടോസ്കോപ്പ് അഥവാ ഒഫ്താൽമോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണ്ണിന്റെ ആന്തരികമായിട്ടുള്ള ഘടനകളും അതുപോലെ കണ്ണിന്റെ ഫണ്ടസും എല്ലാം ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറയുന്നത്. Okay, it is performed as a part of an eye examination and may be performed as a part of a customary physical examination. That it is performed as a part of an eye examination and may be performed as a part of a customary physical examination. അപ്പൊ ഇത് നടക്കുന്നത് സാധാരണ നമ്മുടെ കണ്ണ് പരിശോധനയുടെ ഭാഗമായിട്ട്, പതിവ് പരിശോധന നമ്മുടെ ഫിസിക്കൽ എക്സാമിന് പതിവായിട്ട് നടത്തുന്ന ഫിസിക്കൽ എക്സാമിനേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ഏത് ടെസ്റ്റ് ആണ്? ഫണ്ടോസ്കോപ്പി എന്ന് പറയുന്ന ടെസ്റ്റ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? അടുത്തതാണ് ഹോൾട്ടർ മോണിറ്റർ കേട്ടോ. നെക്സ്റ്റ് ആണ് എന്താണ്? ഫസ്റ്റ് ഒന്നുകൂടെ മനസ്സിലായില്ലേ? ശ്രദ്ധിച്ച് കേൾക്കൂട്ടോ ക്ലാസ്. ഓക്കെ, അതായത് ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഫണ്ടോസ്കോപ്പ്. അത് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ടെസ്റ്റിനെയാണ് ഫണ്ടോസ്കോപ്പി എന്ന് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം? ഫണ്ടസ് എന്താന്ന് പറയുന്നത് അല്ലെ. ഫണ്ടസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇറ്റ് ഈസ് ദ ബാക്ക് ലെയർ ഓഫ് ദ ഐ. നമ്മുടെ കണ്ണിന്റെ ഏറ്റവും എന്താണ് ആന്തരികമായിട്ടുള്ള ആ ലെയറാണ്. ഓക്കെ, ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഫണ്ടസ് എന്നാണ് പറയുക കേട്ടോ. നമ്മുടെ കണ്ണിന് 3 പാളികളൊക്കെ ഉണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും ഉള്ളിലുള്ള പാളി, ഏറ്റവും ആന്തരിക പാളി ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഫണ്ടസ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഈ കണ്ണിന് കാഴ്ച സാധ്യമാകുന്ന റെറ്റിന, മറ്റുള്ള നെർവുകളും മറ്റു നേത്രനാഡികളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ലെയറിലാണ്. ഓക്കെ, അപ്പോ ആ ഒരു ഫണ്ടസ് ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? ഫണ്ടോസ്കോപ്പ്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ അത് നമ്മുടെ കണ്ണ് പരിശോധനയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പതിവ് ഫിസിക്കൽ എക്സാമിനേഷന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് ഹോൾട്ടർ മോണിറ്റർ കേട്ടോ. എന്താണ് ഹോൾട്ടർ മോണിറ്റർ? എന്താണ് ഹോൾട്ടർ മോണിറ്റർ? ഈ ഹോൾട്ടർ മോണിറ്റർ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ECG ആയിട്ട് ഒരു കൺഫ്യൂഷൻ ഇവിടെ വരാനായിട്ട് പാടില്ല. അത് വായിക്കുന്നതിനേക്കാൾ മുമ്പ് എന്താണെന്ന് ഞാനത് ജസ്റ്റ് പറഞ്ഞു തരാം. ഹോൾട്ടർ മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് ഹൃദയ പ്രവർത്തനം, അതായത് നമ്മുടെ ECG രേഖപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്, അതായത് വളരെ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു നോൺ ഇൻവെസീവ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഇത് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കാം. എന്താണ് പറഞ്ഞത്? 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് നമ്മുടെ ഹൃദയ പ്രവർത്തനം അഥവാ ECG രേഖപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന വളരെ പോർട്ടബിൾ ആയിട്ടുള്ള, പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസി ടു ഹാൻഡിൽ,
അല്ലെ, നമുക്ക് കൊണ്ട് നടക്കാനും ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള പോർട്ടബിൾ ആയിട്ടുള്ള ഒരു നോൺ ഇൻവെസീവ് ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വേറെ നമ്മുടെ ശരീരം പൊടിച്ച് അതിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഈസി ടു ഹാൻഡിൽ ആണ്, നോൺ ഇൻവെസീവ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇത് ECG ആയിട്ട് കൺഫ്യൂസ്ഡ് ആവരുതെന്ന് പറയാൻ കാരണം ECGയിലും നമ്മൾ എന്താ ചെയ്യുന്നത്, ഹൃദയത്തിന്റെ പ്രവർത്തനം ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നമ്മൾ അവിടെ രേഖപ്പെടുത്താണ്. അത് തന്നെയാണ് ഹോൾട്ടർ മോണിറ്ററിലും ചെയ്യുന്നത്. പക്ഷെ എന്താ വ്യത്യാസം? സമയം വ്യത്യാസമുണ്ട്. ECG എന്ന് പറയുന്നത് നമ്മൾ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. അതേസമയം ഹോൾട്ടർ മോണിറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് നമ്മൾ 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഹൃദയത്തിന്റെ പ്രവർത്തനം അതായത് ECG നമ്മൾ രേഖപ്പെടുത്താണ്. ഓക്കെ, പിന്നെ എന്താണ് മറ്റൊരു പ്രത്യേകത? ഹോൾട്ടർ മോണിറ്റർ എന്ന് പറഞ്ഞാൽ വളരെ പോർട്ടബിൾ ആയിട്ടുള്ള അല്ലെ, ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് അല്ലെ. ECG ഉപയോഗിക്കുന്ന ECG മെഷീൻ എന്ന് പറയുന്നത് പോർട്ടബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ഹോൾട്ടർ മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എന്താണ്, വളരെ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. നമുക്ക് ഈ ഹാൻഡിൽ ചെയ്യാൻ, നമുക്ക് കൊണ്ട് നടക്കാനൊക്കെ പറ്റുന്ന ഒരു ഉപകരണം കൂടിയാണ് ഇത് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഈ ഒരു ഹോൾട്ടർ മോണിറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് ഇലക്ട്രോൺസ് ഉണ്ട്. ECGയിലെ പോലെ തന്നെ ഇതില് ഇലക്ട്രോൺസുകൾ ഉണ്ട്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ, ഇലക്ട്രോഡുകളാണ് ഇവിടെ ജസ്റ്റില് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഒരു റെക്കോർഡറുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതാണ് നമ്മുടെ ഹോൾട്ടർ മോണിറ്റർ. അതിന്റെ റെക്കോർഡറുമായിട്ട് എന്താണ് കണക്റ്റഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യും, തുടർച്ചയായിട്ടുള്ള ഹൃദയ പ്രവർത്തനം അവിടെ എന്ത് ചെയ്യപ്പെടുകയാണ്, റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, അപ്പൊ ഈ റെക്കോർഡർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമ്മൾ ഒന്നെങ്കിൽ ഒരു ബെൽറ്റിലോ അല്ലെങ്കിൽ ഒരു പോക്കറ്റിലോ നമുക്ക് കൊണ്ട് നടക്കാവുന്നതാണ്. അതുകൊണ്ടാണ് അത് പോർട്ടബിൾ ആണെന്ന് പറയുന്നത്. ECG മെഷീൻ നമുക്ക് ഇത് കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഹോൾട്ടർ മോണിറ്റർ അങ്ങനെയല്ല. അത് നമുക്കൊരു ബെൽറ്റിലോ അല്ലെങ്കിൽ ഒരു പോക്കറ്റിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് വഹിക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ ആ ഒരു സമയം കഴിയുമ്പോൾ, ആ ടൈം പീരീഡ് കഴിയുമ്പോൾ നമ്മൾ ഈ ഇലക്ട്രോഡ്സുകൾ മാറ്റി ഈ റെക്കോർഡർ പരിശോധിച്ചിട്ട് എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് അതിലൂടെ വിശകലനം ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഇത് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. പറഞ്ഞ കാര്യം മനസ്സിലായോ? ECG നമ്മൾ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് അവിടെ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത് തുടർച്ചയായിട്ടാണ് നമ്മൾ ആ ഒരു ഹൃദയത്തിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ECG നമ്മൾ അവിടെ ഡോക്യുമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ, ഇത് വളരെ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു എന്താണ് ഡിവൈസ് ആണ്. അപ്പൊ നമുക്കത് വായിക്കാം. എ ഹോൾട്ടർ മോണിറ്റർ ഇസ് എ പോർട്ടബിൾ ഡിവൈസ് which operates with the help of a battery. ഒരു ബാറ്ററിയുടെ സംവിധാനത്തോട് കൂടിയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് മെഷേഴ്സ് ആൻഡ് റെക്കോർഡ്സ് യുവർ ഹാർട്ട്സ് ഫങ്ഷനിങ് constantly for 24 to 48 hours or longer depending on the type of monitoring used. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെഷേഴ്സ് ആൻഡ് റെക്കോർഡ്സ് യുവർ ഹാർട്ട്സ് ഫങ്ഷനിങ്. ഇവിടെ നമ്മൾ ECG അല്ലെ, ഹാർട്ടിന്റെ ഫങ്ഷൻ ECG നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് തുടർച്ചയായിട്ടാണ്. 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഹൃദയത്തിന്റെ പ്രവർത്തനം എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് അല്ലെ. അതും ദിസ് ഇൻസ്ട്രുമെന്റ് ഹാസ് ദ സൈസ് ഓഫ് എ സ്മോൾ ക്യാമറ. ഈ ഒരു ഇൻസ്ട്രുമെന്റ് പോർട്ടബിൾ ആണ്. ചെറിയൊരു ക്യാമറയുടെ വലുപ്പം മാത്രമാണ് ഈ ഒരു ഇൻസ്ട്രുമെന്റിന് വരുന്നത്. ഇറ്റ് ഹാസ് വയേഴ്സ് വിത്ത് സിൽവർ ഡോളർ സൈസ് ഇലക്ട്രോഡ്സ് fixed to your skin. അപ്പൊ ഇതിനെന്തുണ്ട്, വളരെ സിൽവർ ഡോളർ സൈസ് ഇലക്ട്രോഡുകൾ ഇതിലുണ്ട് അല്ലെ. സിൽവർ ഡോളർ സൈസ് ഇലക്ട്രോഡുകൾ ഉണ്ട്. അത് നമ്മുടെ സ്കിന്നുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഹോൾട്ടർ മോണിറ്റർ ECG തമ്മിൽ മാറിപ്പോകുന്നത് രണ്ടും ഇലക്ട്രിക്കൽ ഫങ്ഷൻസ് റെക്കോർഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ECGയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഹോൾട്ടർ മോണിറ്റർ തുടർച്ചയായിട്ടാണ് ECG റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ? മനസ്സിൽ നോക്കിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് വരുന്ന ഡിവൈസ് ആണ് കാർഡിയാക് ടേബിൾ. അതാണ് കാർഡിയാക് ടേബിൾ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കാർഡിയാക് ടേബിൾ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഹൃദയ സംബന്ധമായിട്ട് പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു ടേബിൾ ആണ് അല്ലെ. കാർഡിയാക് ടേബിൾ എന്ന് എടുത്തു പറയുന്നുണ്ട്.
അപ്പൊ നോക്കാം, എ ടേബിൾ ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ ദ പേഷ്യൻസ് യൂസ് വെൻ ഹോസ്പിറ്റലൈസ്ഡ്. അതായത് പേഷ്യൻസ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന സമയത്ത് പേഷ്യൻസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേബിൾ ആണ് കാർഡിയാക് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, that table set in front with a pillow on it, the patient can incline forward and take rest. ഈ ഒരു ടേബിൾ എന്ന് പറയുമ്പോൾ ഇതിന് നമുക്ക് ഇത് സാധാരണ ടേബിൾ പോലെയാണ് നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്നത്. പക്ഷെ ചിലത് ബെഡ് ടേബിൾ ആയിരിക്കും, ബെഡോട് കൂടിയിട്ടുള്ള ടേബിൾ ആയിരിക്കും, അതിനകത്ത് പില്ലോ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം ബെഡ് ടേബിളുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പേഷ്യൻസിനെ നമുക്കൊന്ന് മുന്നോട്ട് ആഞ്ഞിരുത്തി അവർക്കൊക്കെ ചെരിഞ്ഞു കിടക്കാൻ കഴിയുന്ന രീതിയിലുള്ള ടേബിളുകളാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ടേബിളുകളാണ്. ടേബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഇൻക്ലൈൻ ചെയ്ത് രോഗികളെ നമുക്ക് മുന്നോട്ട് ചാഞ്ഞിരുത്താനും ചെരിച്ചിരുത്താനും ഒക്കെ വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു ടേബിളാണ് കേട്ടോ. അത് സാധാരണ ബെഡ് ടേബിൾ വരുമ്പോ അങ്ങനെയാണ്. ഇനി ടേബിൾ വിത്തൗട്ട് എ പില്ലോ ഈസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ആൻഡ് മീൽസ് കേട്ടോ. ഇനി പില്ലോയൊന്നും ഇല്ലാത്ത ടേബിൾ ആണെങ്കിൽ അത് സാധാരണയായിട്ട് എഴുതാനും ഭക്ഷണം കഴിക്കാനും മറ്റുമൊക്കെ ആയിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പേഷ്യൻസ് വിത്ത് കാർഡിയാക് കണ്ടീഷൻസ് ആൻഡ് ആണ്. അത് കൂടുതലും നമ്മൾ ഇങ്ങനെയുള്ള പേഷ്യൻസിലാണ് ഉപയോഗിക്കുന്നത്. കാർഡിയാക് കണ്ടീഷൻസ് ലൈക്ക് ആസ്മ പോലെയുള്ള അല്ലെങ്കിൽ കാർഡിയാക് കണ്ടീഷൻസ്, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക്, ആസ്മ പേഷ്യൻസ് അങ്ങനെയുള്ളവർക്കൊക്കെയാണ് നമ്മൾ ഈ ഒരു ടേബിൾ ഉപയോഗപ്പെടുത്തുന്നത്. ദിസ് ഇസ് കോൾഡ് കാർഡിയാക് ടേബിൾ. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് കാർഡിയക് ടേബിൾ എന്ന് പറഞ്ഞാല് എ ടേബിൾ ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ ദ പേഷ്യൻസ് യൂസ് വെൻ ഹോസ്പിറ്റലൈസ്ഡ്. അതായത് ഒരു ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ ഒരു പേഷ്യന്റിന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ടേബിൾ ആണ് കാർഡിയാക് ടേബിൾ എന്ന് പറയുന്നത്. കൂടുതലും ഇത് ആസ്മാറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ്, ഹൃദയ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ ഉള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടേബിൾ ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഇതിന് കാർഡിയക് ടേബിൾ. കാരണം ശ്വാസ സംബന്ധമായിട്ടൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് അവരൊന്ന് ജസ്റ്റ് ഇൻക്ലൈൻ ചെയ്തൊന്ന് ചെരിച്ചിരുത്താനോ ചെരിച്ചിരുത്താനോ ഒക്കെ ആവശ്യങ്ങൾ വരും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സൗകര്യമുള്ള ഒരു ടേബിൾ കൂടിയാണ് കേട്ടോ കാർഡിയക് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് വരുന്നതാണ് EMG അഥവാ ഇലക്ട്രോ മയോഗ്രഫി കേട്ടോ. EMG എന്താണ്? ഇലക്ട്രോ മയോഗ്രഫി. ഈ മയോ എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മസിൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. മയോകാർഡിയം നമുക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഹൃദയത്തിന്റെ മസിലുകൾ, ഹൃദയപേശികളെയാണ് നമ്മൾ മയോകാർഡിയം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതല്ലാതെ നിങ്ങൾ ടെർമിനോളജിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. മയോ മീൻസ് എന്താണ്? മസിൽസ് എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ എന്താണ് ഇലക്ട്രോ മയോഗ്രഫി എന്ന് പറഞ്ഞാൽ? അത് നമ്മുടെ മസിലുകളുടെ പ്രതികരണങ്ങള് അല്ലെങ്കിൽ മസിലുകൾ, പേശികളെ നിയന്ത്രിക്കുന്ന നാഡീപ്രവർത്തനങ്ങളെ മറ്റും വിലയിരുത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഇലക്ട്രോ മയോഗ്രഫി അഥവാ EMG എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് EMG അഥവാ ഇലക്ട്രോ മയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മസിലുകളുടെ പ്രതികരണം അല്ലെ. മസിലുകളുടെ പ്രതികരണം അല്ലെങ്കിൽ മസിലുകളുടെ പ്രവർത്തനത്തിനെ നിയന്ത്രിക്കുന്ന എന്താണ് നിയന്ത്രിക്കുന്ന മസിലുകളെ നിയന്ത്രിക്കുന്ന പേശികളെ നിയന്ത്രിക്കുന്ന നാഡീപ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിന് മസിലുകളുടെ റെസ്പോൺസ് ഒക്കെ എന്താണ് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ് ഇലക്ട്രോ മയോഗ്രഫി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ECG പഠിച്ചു, EEG പഠിച്ചു, പിന്നെ നമ്മൾ പഠിച്ചത് EMG ആണ്. ഇലക്ട്രോ മയോഗ്രഫി എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കാം, electromyography muscle response or electrical function in response to a nerve stimulation of the muscle. കണ്ടോ, ഒരു മസിലുകളുടെ പ്രതികരണം. ഓക്കെ, അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് the test is used to help find the neuromuscular deformity in the course of the test. അപ്പൊ ഈ ഒരു ടെസ്റ്റിന്റെ സമയത്ത് നമ്മൾ എന്താണ് മസിലുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നാഡീ പ്രവർത്തനങ്ങളെ അതിനോടൊപ്പം നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ വൺ ഓർ മോർ സ്മോൾ നീഡിൽസ് ആൾസോ കോൾഡ് ഇലക്ട്രോഡ്സ് കേട്ടോ. അപ്പൊ ഇതില് നീഡിൽ പോലെയുള്ള ഇലക്ട്രോഡ്സ് ആണ്. ശരിക്കും ഒരു സൂചി പോലെ ഇരിക്കുന്ന വളരെ നേർത്ത ഇലക്ട്രോഡ്സുകളാണ് ഇവയ്ക്കുള്ളത്. ദാറ്റ് ആർ കണക്റ്റഡ് ത്രൂ ദ സ്കിൻ ഇൻ ടു ദ മസിൽ. അത് നമ്മുടെ സ്കിന്നിന് വഴിയായിട്ട് മസിലിനായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം അല്ലെ. ദാറ്റ് ആർ കണക്റ്റഡ് ത്രൂ ദ സ്കിൻ ഇൻ ടു ദ മസിൽ. നമ്മൾ മസിൽ അതായത് സ്കിന്നിന് ത്രൂ ആയിട്ട് മസിലിലൂടെ നമ്മൾ അതിനെ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇതാണ് എന്ത് ഇലക്ട്രോ മയോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോ മയോഗ്രഫി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ECG എന്താണ്, EMG എന്താണ്, അതുപോലെ തന്നെ EEG എന്താണെന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കുക.
വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഓക്കെ, അടുത്ത ഡിവൈസ് പറയാലോ. അടുത്തത് പറയട്ടെ. നെക്സ്റ്റ് വരുന്നതാണ് എയർവേ. ഇതാണ് എയർവേ ആണ് കേട്ടോ. അവിടെ ഒരു സ്റ്റെതസ്കോപ്പിന്റെ പിക്ചർ കാണാം, അതില്ല അതിന്റെ സൈഡിലുള്ളതാണ് കേട്ടോ എയർവേ. ഓക്കെ, അപ്പൊ നോക്കുക. ഇറ്റ് ഈസ് എ മെഡിക്കൽ ഡിവൈസ് കോൾഡ് എയർവേ ഓർ അഡ്ജന്റ്. അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. എയർവേന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? അഡ്ജന്റ് കേട്ടോ. എന്താണ്? അഡ്ജന്റ് എന്നാണ് പറയാം. പേരൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അതുപോലെ ഒഫ്താൽമോസ്കോപ്പിന് പറയുന്ന മറ്റൊരു പേരാണ് ഫണ്ടോസ്കോപ്പ്. ഓക്കെ, അപ്പൊ നോക്കുക. ഇറ്റ് ഈസ് എ മെഡിക്കൽ ഡിവൈസ് കോൾഡ് എയർവേ ഓർ അഡ്ജന്റ് കേട്ടോ. അതൊരു മെഡിക്കൽ ഡിവൈസ് ആണ്, എയർവേ അല്ലെങ്കിൽ അഡ്ജന്റ് എന്ന് അറിയപ്പെടുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സസ്റ്റെയിൻ ഓർ ഓപ്പൺ എ പേഷ്യൻസ് എയർവേ. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എയർവേ യൂസ് ചെയ്യുന്നത്? ടു കീപ് ദ പേഷ്യൻസ് എയർവേ ഓപ്പൺ. അതായത് ഒരു പേഷ്യന്റിന്റെ ശ്വാസനാളം ഓപ്പൺ ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിവൈസ് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് ഒരു പേഷ്യന്റിന്റെ എയർവേ നമ്മൾ എന്താണ് ഏത് സമയം ഓപ്പൺ ആക്കി വെക്കുന്നത്, അല്ലെ? അവരുടെ ശ്വാസനാളം ഓപ്പൺ ആക്കി വെക്കുന്നത്. പ്രത്യേകിച്ച് ഇവർ പറയുന്നത് എന്തെങ്കിലും സർജിക്കൽ പ്രൊസീജിയറുകളൊക്കെ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇപ്പൊ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവർക്ക് അനസ്തേഷ്യയും മറ്റും കൊടുക്കാറുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രോഗിക്ക് ഒരിക്കലും എന്ത് അനുഭവപ്പെടാൻ പാടില്ല? ശ്വാസം മുട്ടലോ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒന്നും വരാനായിട്ട് പാടുള്ളതല്ല. ആ രീതിയിൽ ഒരു പേഷ്യന്റിന്റെ ശ്വാസനാളം എന്ത് ചെയ്യാനുണ്ട്? ഓപ്പൺ ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് എയർവേ അഥവാ അഡ്ജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഡിവൈസ് പ്രവർത്തിക്കുന്നത് നോക്കിയേ. ഇറ്റ് ഡസ് ദിസ് ബൈ പ്രിവെന്റിംഗ് ദ ടെമ്പ് ഫ്രം റാപ്പിംഗ് ദ എപ്പിഗ്ലോട്ടിക്സ് വിച്ച് കുഡ് പ്രിവെന്റ് ദ പേഴ്സൺ ഫ്രം ബ്രീത്തിങ്. ഇവിടെ പറയുന്ന കാര്യം എപ്പിഗ്ലോട്ടിസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ അത് അറിയണം. എന്താണ് ഈ എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാല്? എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശ്വാസനാളത്തിന്റെ പ്രവേശന കവാടത്തില്, അതായത് നമ്മുടെ ശ്വാസനാളത്തിന്റെ എൻട്രൻസ് ഭാഗത്ത് കാണപ്പെടുന്ന ഒരു എന്താ പറയുക കാർട്ടിലേജ്, മീൻസ് ഒരു തരുണാസ്ഥി നിർമ്മിതമായിട്ടുള്ള ഒരു ഫ്ലാപ്പ് പോലെയുള്ള ഒരു സ്ട്രക്ചർ ആണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് നമ്മുടെ ശ്വാസനാളവും അതുപോലെ നമ്മുടെ ഭക്ഷണം കടന്നു പോകുന്ന അന്നനാളവും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ സ്ഥലത്ത് നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാവിന്റെ പുറകിലായിട്ട്, അതായത് നമ്മുടെ ത്രോട്ടിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ നാവിന്റെ പുറകിലായിട്ട് ത്രോട്ടിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ശ്വസനനാളത്തിന്റെ എൻട്രൻസിൽ കാണപ്പെടുന്ന ഒരു ഫ്ലാപ്പ് മീൻസ് നമുക്ക് അടയ്ക്കാനും തുറക്കാനൊക്കെ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ആണ്, ഒരു തരുണാസ്ഥി നിർമ്മിതമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ? അതായത് നമ്മൾ കഴിക്കുന്ന ഈ ശ്വാസനാളത്തിനെ അന്നനാളത്തിൽ നിന്ന് വേർതിരിക്കും. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങള്, മറ്റു പദാർത്ഥങ്ങള് ശ്വാസകോശത്തിലേക്ക് പോകാതെ തടഞ്ഞു നിർത്തുന്നതും എന്താണ് ഈ പറയുന്ന എപ്പിഗ്ലോട്ടിസ് ആണ്. ഇതിന്റെ ഫംഗ്ഷൻ അതാണ് കേട്ടോ. ശ്വാസനാളത്തിനെ അന്നനാളത്തിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട്, അത് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ എവിടേക്ക് പോകാൻ പാടില്ല? ശ്വാസനാളത്തിലോട്ട് കടന്നു പോകാതെ സംരക്ഷിക്കുന്ന ഒരു ഭാഗമാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ പറയില്ലേ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് സംസാരിക്കരുതെന്ന് പറയും, അല്ലെ? ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അന്നനാളത്തിലോട്ടാവില്ല ചിലപ്പോൾ ശ്വാസനാളത്തിലോട്ട് പോകും. നിങ്ങൾ കേട്ടിട്ടില്ലേ ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങി ശ്വാസം മുട്ടലൊക്കെ വരിക? അത് പെട്ടെന്ന്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കരുതെന്ന് പറയും, അല്ലെ? അതായത് ഭക്ഷണം എവിടെ നിന്ന് നമ്മൾക്ക് ഈ ശ്വാസനാളത്തിലോട്ട് പോകരുത്, അല്ലെ? അതിനു വേണ്ടി പ്രിവെന്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ എങ്ങനെയാണ് നമ്മുടെ ഈ എപ്പിഗ്ലോട്ടിസ് വന്ന്, അല്ലെങ്കിൽ ഫ്രം റാപ്പിംഗ് എപ്പിഗ്ലോട്ടിസ്, നാവ് വന്നിട്ട് എപ്പിഗ്ലോട്ടിസിനെ കവർ ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം പ്രിവെന്റ് ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരു ഡിവൈസ് പ്രവർത്തിക്കുന്നത്. അതായത് സാധാരണ ഈ നമ്മള് സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ജനറൽ സർജറി ഒക്കെ ചെയ്യുമ്പോൾ അനസ്തേഷ്യ കൊടുക്കും. ഈ അനസ്തേഷ്യ ചെയ്യുന്നതോടുകൂടി തന്നെ ഇവരെന്ത് ചെയ്യും? ഒരു എയർവേ നമ്മുടെ
വായുടെ ഉള്ളിലേക്ക് കടത്തിവിടും. എന്തിനാന്ന് വെച്ചാൽ പ്രൊസീജിയർ ചെയ്യുന്ന നമുക്ക് ശ്വാസം മുട്ടലൊന്നും വരാൻ പാടില്ല. കാര്യം നമ്മള് ഈ ഒരു അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി മിക്കവാറും നല്ല ബോഡി അൺകോൺഷ്യസ് ആണ്. അപ്പൊ നമ്മുടെ നാവ് പിറകിലോട്ട് വീണ് അല്ലെങ്കിൽ നാവ് പിറകിലേക്ക് ഇറങ്ങി ചിലപ്പോൾ ഈ എപ്പിഗ്ലോട്ടിസിനെ വന്ന് കവർ ചെയ്ത് കഴിഞ്ഞാല് എന്ത് സംഭവിക്കും? ചിലപ്പോൾ ശ്വാസം അടഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ ഒരു എയർവേ എന്ന് പറയുന്ന ഡിവൈസ് അകത്തേക്ക് കയറ്റി വിടും. അങ്ങനെ കയറ്റി വിടുമ്പോ എന്ത് സംഭവിക്കില്ല? ഈ നാവ് ബാക്കിലേക്ക് ഇറങ്ങി പോവുക, അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസിനെ വന്ന് കവർ ചെയ്യുന്ന അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ ഒരു എക്യുപ്മെന്റ് പ്രവർത്തിക്കുന്നത് കേട്ടോ. ഏതാണത്? എയർവേ അല്ലെങ്കിൽ അഡ്ജന്റ്. അതിന്റെ പർപ്പസ് എന്താണ്? ടു കീപ് ദ പേഷ്യന്റ് എയർവേ ഓപ്പൺ. അതാണ് കേട്ടോ. എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ശ്വാസനാളത്തിന്റെ തുടക്ക ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ഫ്ലപ്പ് പോലെയുള്ള തരുണാസ്ഥി നിർമ്മിതമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അന്നനാളത്തിൽ നിന്ന് ശ്വാസനാളത്തിനെ വേർതിരിക്കുകയും അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിലോട്ട് കടന്നു പോകാതെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതുമാണ് എപ്പിഗ്ലോട്ടിസിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് PFT ട്ടോ. ഓക്കെ, PFT എന്താണ്? പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്. ആരെങ്കിലും ഇപ്പൊ ചെയ്തവരുണ്ടാകും അല്ലെ? പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റുകൾ അല്ലെ? എന്താ പൾമണറി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ? ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ എന്താണ് PFT എന്ന് പറഞ്ഞാല്? പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ആർ എ കളക്ഷൻ ഓഫ് ടെസ്റ്റ് ദാറ്റ് മെഷർ ഹൗ ഏബിളി യുവർ ലെങ്സ് വർക്ക്. നിങ്ങളുടെ ശ്വാസകോശം എത്രത്തോളം നന്നായിട്ട് പ്രവർത്തിക്കുന്നുവെന്ന് എന്താണ് ചെക്ക് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു കൂട്ടം പരിശോധനകളെയാണ് നമ്മള് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ? ദീസ് ആർ ദ കളക്ഷൻ ഓഫ് ടെസ്റ്റ് that measure how ably your lungs work. നിങ്ങളുടെ ശ്വാസകോശം എത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം പരിശോധനകളെയാണ് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, this contains how well you are capable of breathing and how effective your lungs are able to bring oxygen to the rest of your body. ഓക്കെ, അപ്പൊ ഇതനുസരിച്ച് ഇപ്പൊ നമ്മൾക്ക് എത്രത്തോളം നന്നായിട്ട് നമ്മുടെ ശ്വാസകോശത്തിന് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്, എത്രത്തോളം നന്നായിട്ട് നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നുണ്ട്, അതുപോലെ എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ട് നമ്മുടെ ശ്വാസകോശത്തിന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ കഴിയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടെസ്റ്റിലൂടെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് കോൾഡ് PFT, പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് പറയാണ്, അടുത്തതാണ് യൂറോഫ്ലോ മീറ്റർ കേട്ടോ. എന്താണ് യൂറോഫ്ലോ മീറ്റർ? ഓക്കെ, അപ്പൊ എന്താണ് യൂറോഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. യൂറോഫ്ലോമെട്രി is a diagnostic test which is used to measure the flow of urine in the course of urination. അതായത് യൂറിനേഷൻ സമയത്ത്, മൂത്രം ഒഴിക്കുന്ന സമയത്ത് യൂറിന്റെ ഫ്ലോ, ഒരു യൂറിന്റെ ഫ്ലോ, അതിന്റെ ഒഴുക്ക് മെഷർ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണിത് യൂറോഫ്ലോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ യൂറോഫ്ലോമെട്രി ഈസ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് which is used to measure the flow of urine in the course of urination. അതായത് ഒരു യൂറിനേഷൻ സമയത്ത്, മൂത്രം ഒഴിക്കുന്ന സമയത്ത് യൂറിന്റെ ആ ഒരു ഫ്ലോ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ആ പരിശോധനയിൽ നമ്മൾ യൂറോഫ്ലോമെട്രി എന്നാണ് പറയാ. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന് നമ്മൾ യൂറോഫ്ലോമീറ്റർ എന്നാണ് പറയുക. ഇൻസ്ട്രുമെന്റിന് പറയുന്ന പേരാണ് യൂറോഫ്ലോമീറ്റർ. അത് ഉപയോഗിച്ച് ചെയ്യുന്ന പരിശോധനയെ നമുക്ക് യൂറോഫ്ലോമെട്രി എന്ന് പറയാം.
അതായത് നമ്മുടെ യൂറിനറി ട്രാക്ട് സിസ്റ്റം എത്രത്തോളം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത് കേട്ടോ. ദ സ്പീഡ് ഓഫ് യൂറിൻ ഫ്ലോ ഈസ് കാൽക്കുലേറ്റഡ് ഇലക്ട്രോണിക്കലി ആൻഡ് ഇവാലുവേറ്റഡ് ഹൗ വെൽ ദ യൂറിനറി ട്രാക്ട് വർക്ക്സ്. അതായത് ഇതിലൂടെ നമ്മൾ യൂറിന്റെ ഫ്ലോ ഉണ്ടല്ലോ, ആ ഒരു യൂറിൻ ഫ്ലോയുടെ സ്പീഡ് അത് ഇലക്ട്രോണിക്കലി നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുകയും അതുപോലെ നമ്മുടെ യൂറിനറി ട്രാക്ട് എത്രത്തോളം നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് അതിലൂടെ ഇവാലുവേറ്റ് ചെയ്യാനും സാധിക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് യൂറോഫ്ലോ മീറ്റർ. ഓക്കെ, ക്ലിയർ? യൂറോമീറ്റർ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, വേറെ കൺഫ്യൂഷൻ ഒന്നും അതിനകത്ത് വരാനില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്. ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് എന്താണ്? ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാല് ദ ബേസ് ഈസ് ദ സപ്പോർട്ട് മെക്കാനിസം. പിക്ചറിൽ കാണാൻ ഇസ് ദ ബേസ് ഓഫ് ദ മൈക്രോസ്കോപ്പ്. ദിസ് ഈസ് ദ സപ്പോർട്ട് മെക്കാനിസം അല്ലെ, ഇതാണ് അതിന്റെ സപ്പോർട്ട് മെക്കാനിസം. ഇതുപോലാണ് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഓക്കെ, ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് ഈസ് എ മൈക്രോസ്കോപ്പ് വിത്ത് എ ഹെഡ് ദാറ്റ് ഹാസ് 2 ഐപീസ് ലെൻസസ്. 2 ഐപീസ് ലെൻസസുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഒരു ഐപീസ് ലെൻസ് ഉള്ള മൈക്രോസ്കോപ്പുകളാണ് സാധാരണ നമ്മൾ സ്കൂളുകളിലൊക്കെ ലാബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ ഹോസ്പിറ്റൽ ലാബുകളിലും മറ്റൊക്കെ ഇങ്ങനെയുള്ള മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കുന്നത് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്. ബൈ എന്ന് പറയുമ്പോൾ 2 ഒന്നിൽ കൂടുതൽ ഐപീസ് ലെൻസുകൾ ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാല് 2 ഐപീസ് ലെൻസുകൾ നമ്മൾ ഒറ്റ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെയാണ് നോക്കി കാണുന്നത്. 2 ഐപീസ് ലെൻസുകളും ഒറ്റ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെയാണ് നമ്മൾ ആ ഒരു സ്പെസിമെന്റിനെ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു സ്പെസിമെന്റിന്റെ ഒരു 3D ഇമേജ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഒരു 3D ഇമേജ് ആണ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കാം, അറ്റ് പ്രസന്റ് ബൈനോക്കുലർ ഈസ് ജനറലി യൂസ്ഡ് to refer to compound of high power microscopes where the 2 eyepieces view through a single objective lens. നമ്മൾ ബൈനോക്കുലർ എന്ന് പറയുമ്പോൾ 2 ഒന്നിൽ കൂടുതൽ ഉണ്ടെന്നുള്ള അർത്ഥമാണ് അല്ലെ. അപ്പൊ ബൈനോക്കുലർ എന്ന് പറയുമ്പോൾ നമ്മളത് പൊതുവെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, അതായത് ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റീവ് ലെൻസുകളുള്ള കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ, ഹൈ പവർ ആയിട്ടുള്ളത്, നല്ല പവർ കൂടുതലായിട്ട് ഹൈ പവർ മൈക്രോസ്കോപ്പുകളെയൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ 2 ഐപീസ് ലെൻസുകളിലൂടെയുള്ള കാഴ്ചയെ നമ്മൾ ഒറ്റ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വസ്തുവിന്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു 3D ഇമേജ് ആണ് നമുക്ക് അതിലൂടെ നോക്കി കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതൊരു ഹൈ പവർ ആണ് ശരിക്കും പറഞ്ഞത് അല്ലെ. നമുക്ക് കറക്റ്റ് ആയിട്ട് ആ സ്പെസിമെൻ എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് കോൾഡ് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് കേട്ടോ. ഇത് ഇവിടെ ഉപയോഗിക്കുന്നു, നമ്മുടെ ലാബുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് സെൻട്രിഫ്യൂജ്. ഇതാണ് സെൻട്രിഫ്യൂജ്. എന്തിനു വേണ്ടിയിട്ടാണ് സെൻട്രിഫ്യൂജ് ഉപയോഗിക്കുന്നത്? എ സെൻട്രിഫ്യൂജ് ഈസ് എ ലബോറട്ടറി ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ഫ്ലൂയിഡ്സ്, ഗ്യാസ് ഓർ ലിക്വിഡ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്താണ് സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞാൽ? സെൻട്രിഫ്യൂജ് ഈസ് എ ലബോറട്ടറി ഇൻസ്ട്രുമെന്റ്. ഇതൊരു ലബോറട്ടറി ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ഫ്ലൂയിഡ്, ഗ്യാസ് ഓർ ലിക്വിഡ് അല്ലെ. നമ്മൾ ഈ പറയുന്ന ഫ്ലൂയിഡ്സ്, ഗ്യാസ്, ലിക്വിഡ്സ് ഇതെല്ലാം തന്നെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലബോറട്ടറി ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. അപ്പൊ സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ഗ്യാസ്, ലിക്വിഡ്, ഫ്ലൂയിഡ്സ് ഇതെല്ലാം തന്നെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലബോറട്ടറി ഇൻസ്ട്രുമെന്റ് ആണ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ നോക്കുക, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡെൻസിറ്റി. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ സെപ്പറേറ്റ് ചെയ്യുന്നത്? ഡെൻസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്, സാന്ദ്രത. ഇവിടെ ഉദ്ദേശിക്കുന്ന ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ആ വസ്തുക്കളുടെ ഡെൻസിറ്റി, അതിന്റെ ഒരു എന്താ പറയുക, ഹെവിയാണ്, ഹെവിനെസ് എന്നൊക്കെ നമ്മൾ പറയണം. അതിന്റെ ഒരു ഭാരം അല്ലെങ്കിൽ ആ ഒരു സാന്ദ്രതയെ ബേസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ലിക്വിഡ്സ്, ഗ്യാസസ്, മറ്റു ഫ്ലൂയിഡ്സുകളെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലബോറട്ടറി ഇൻസ്ട്രുമെന്റ് ആണ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. Okay, separation is attained by spinning a vessel that contains material at high speed. The centrifugal force propels heavier materials to the outside of the vessel. Okay, then separation is attained by spinning a vessel that contains material at high speed. അല്ലെ, ഈ സെപ്പറേഷൻ നമ്മൾ നടത്തുന്നത് വളരെ നല്ല ഹൈ സ്പീഡിൽ സ്പിൻ ചെയ്യുന്ന, കറങ്ങുന്ന ഒരു വെസൽ ഉണ്ട് ഇതിനകത്ത്. കണ്ടോ, ഇതാണ് മെഷീൻ. ഈ മെഷീന്റെ അകത്ത് കണ്ടോ ഇവിടെ ഒരു വെസലുണ്ട്. ആ വെസലിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യേണ്ട ഫ്ലൂയിഡ് അല്ലെങ്കിൽ എന്താണോ മെറ്റീരിയൽ
അത് നമ്മൾ ആ ഒരു വെസലിനകത്ത് വെച്ചിട്ട് അത് നല്ല ഹൈ സ്പീഡിൽ നമ്മൾ സ്പിൻ ചെയ്യാണ്, നല്ല സ്പീഡിൽ നമ്മൾ കറക്കുകയാണ്. അപ്പൊ കറക്കുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട്. ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിലൂടെ ഹെവിയർ മെറ്റീരിയൽസ് ആ ഒരു എന്താണ് വെസലിന്റെ പുറത്തേക്കും ഏറ്റവും ലൈറ്റർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആ ഒരു സെന്ററിലൂടെ ചുറ്റുമായിട്ട് കാണും. അങ്ങനെയാണ് അവിടെ സെപ്പറേഷൻ നടക്കുന്നത്. മനസ്സിലായോ? എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കുലർ പാത്തില്, അതായത് ഇങ്ങനെ നമ്മൾ വട്ടത്തിൽ കറങ്ങുന്ന സ്പിൻ ചെയ്യുന്ന ഏതൊരു വസ്തുവിനും ആ സെൻട്രലിൽ നിന്ന് പുറത്തേക്ക് വിട്ടുപോകാനുള്ള ഒരു ഫോഴ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മളിപ്പോ ഇങ്ങനെ ഒന്നും വേണ്ട, നമ്മളിപ്പോ ഒരു നൂലെടുക്കാം, നൂലിന്റെ അറ്റത്ത് നമ്മളൊരു കല്ലങ്ങ് കെട്ടിയേക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നല്ല സ്പീഡിൽ നമ്മുടെ കയ്യിൽ പിടിച്ച് നല്ല സ്പീഡിൽ നമ്മൾ സ്പിൻ ചെയ്യാം. അപ്പൊ നമ്മൾ പെട്ടെന്ന് കൈ ഇട്ട് കഴിഞ്ഞാൽ തെറിച്ചങ്ങ് പോകും അല്ലെ? അതായത് ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നല്ല സർക്കുലർ പാത്തിൽ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ല സ്പീഡില് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് അതിന്റെ സെന്ററിൽ നിന്ന് പുറത്തേക്ക് എന്താണ് പുഷ് ചെയ്യുന്നതിന് അനുഭവപ്പെടുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഓക്കെ, അപ്പൊ ആ സ്പിൻ ചെയ്യുമ്പോൾ അവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ ഒരു ഫോഴ്സ് മൂലം ഡെൻസിറ്റി കൂടിയിട്ടുള്ള ഹെവിയർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ദാറ്റ് ഈസ് പുഷ്ഡ് ഔട്ട് ഓഫ് ദ വെസൽ. അത് വെസലിന്റെ പുറത്തുകൊണ്ടും ലൈറ്റർ മെറ്റീരിയൽസ് ആണെങ്കിലോ അത് കുറെ കൂടെ സെന്ററിനോട് അറ്റാച്ച് ചെയ്തിട്ട് കാണപ്പെടും. അങ്ങനെ അവിടെ എന്ത് നടക്കുകയാണ്, ഒരു സെപ്പറേഷൻ സാധ്യമാണ്. ദാറ്റ് ഈസ് കോൾഡ് സെൻട്രിഫ്യൂജ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ സെൻട്രിഫ്യൂജ് ഈസ് എ ലബോറട്ടറി ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ഫ്ലൂയിഡ്സ്, gas or liquid based on the density. Separation is attained by spinning a vessel that contains material at high speed. The centrifugal force propels heavier materials to the outside of the vessel. Clear ആണോ? Okay ആണോ? നെക്സ്റ്റ് വരുന്നതാണ് മിനി റോട്ടറി ഷേക്ക് കേട്ടോ. എന്താണ് മിനി റോട്ടറി ഷേക്ക്? നമുക്കറിയാം ഷേക്ക് നമ്മൾ സാധാരണ ഇങ്ങനെ ഷേക്ക് ചെയ്യാം അല്ലെ? ഷേക്ക് കുടിക്കാനൊക്കെ നമ്മൾ പോകുമ്പോൾ എങ്ങനെ ഷേക്ക് എല്ലാം കൂടി തന്നെ മിക്സ് ചെയ്യാനാണ് അല്ലെ? എന്താണ് എടുത്ത് എല്ലാ മെറ്റീരിയൽസും എടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, അങ്ങോട്ട് അടിക്കുകയാണ് അല്ലെ, മിക്സ് ചെയ്യാണ് അല്ലെ? ഓക്കെ, അത് തന്നെയാണ്, അങ്ങനെയല്ലേ നമ്മൾ ഷേക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ എന്തായിരിക്കും മിനി റോട്ടറി ഷേക്ക് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, ബ്ലെൻഡ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് മിനി റോട്ടറി ഷേക്ക്. ഇവിടെ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് മിക്സ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ എന്തൊക്കെയായിരിക്കും മിക്സ് ചെയ്യുന്നുണ്ടാവാ? നമ്മൾ ഈ പറയുന്ന ലിക്വിഡ്സുകള്, ഫ്ലൂയിഡ്സുകള് ഇതൊക്കെ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സൊല്യൂഷൻസുകൾ മറ്റുമൊക്കെ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് മിനി റോട്ടറി ഷേക്ക് എന്ന് പറയുന്നത്. നോക്കുക, ഇറ്റ് ഹെൽപ്സ് ടു മിക്സ് ഫ്ലൂയിഡ്സ് ഇൻ ടെസ്റ്റ് ട്യൂബ്സ് ആൻഡ് ഗ്ലാസ് വെസൽസ് ഓഫ് ഡിഫറെന്റ് വോള്യൂംസ് അല്ലെ? അതായത് വിവിധ ടെസ്റ്റ് ട്യൂബുകളിലുള്ള അല്ലെങ്കിൽ വിവിധ വോള്യത്തിലുള്ള ഗ്ലാസ് വെസൽസിലുള്ള ഫ്ലൂയിഡിലെ സൊല്യൂഷൻസുകളെ മിക്സ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് മിനി റോട്ടറി ഷേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, ദീസ് ഷേക്കേഴ്സ് find the applications in pathology, microbiology, chemistry, molecular biology, etc. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള ഷേക്കേഴ്സ് എന്ന് പറയുന്നത്? എവിടെയൊക്കെ നമ്മൾ ഏതൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ഏതൊക്കെ മേഖലകളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? പാത്തോളജി ലാബുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? ഈ പറയുന്ന ഈ സ്പെസിമെൻസ് അല്ലെ, ഈ പറയുന്ന ബ്ലഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്ലൂയിഡ്സുകളൊക്കെ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലബോറട്ടറിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? പാത്തോളജിയിൽ ഉപയോഗിക്കുന്നുണ്ട്. മൈക്രോബയോളജി ലാബുകളിൽ ടിഷ്യൂസും മറ്റുമൊക്കെ മിക്സ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കെമിസ്ട്രി ലാബുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. സൊല്യൂഷൻസുകളും മറ്റും മിക്സ് ചെയ്യുന്നതിനായിട്ട് കെമിസ്ട്രി ലാബിൽ ഉപയോഗിക്കുന്നുണ്ട്. മോളിക്കുലാർ ബയോളജി മേഖലയിലും നമ്മൾ DNA, RNA ഇതൊക്കെ പരസ്പരം മിക്സ് ചെയ്യുന്നതിന് മറ്റുമായിട്ട് നമ്മൾ ഈ പറയുന്ന മിനി റോട്ടറി ഷേക്കുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഷേക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഷേക്ക് കുടിക്കുന്നവരെ ആലോചിച്ചാൽ മതി. ഇവിടെ എന്താണ് ഈ പറയുന്ന ഫ്ലൂയിഡ്സ് മറ്റുള്ള ലിക്വിഡ്സുകളൊക്കെ തന്നെ പരസ്പരം മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാത്തോളജി ലാബിലും മൈക്രോബയോളജി, കെമിസ്ട്രി ഫീൽഡിലും മോളിക്കുലാർ ബയോളജി ഫീൽഡിലും ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് മിനി റോട്ടറി ഷേക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് ട്രെഡ്മിൽ അഥവാ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് കേട്ടോ. ട്രെഡ്മിൽ അഥവാ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് പലപ്പോഴും ചിലവരൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ട്രെഡ്മിൽ ടെസ്റ്റ് ഡോക്ടർ എഴുതി തരാറുണ്ട് അല്ലെ? TMT എന്ന് പറഞ്ഞിട്ട് എഴുതി തരും.
ECG, എക്കോ, അതിന്റെ കൂട്ടത്തിലൊക്കെ ചിലപ്പോൾ എഴുതി തരാറുണ്ടല്ലേ. TMT എന്ന് പറഞ്ഞ ടെസ്റ്റ് എഴുതി തരും. എന്താണത്? ട്രെഡ്മിൽ ടെസ്റ്റ് ആണ് അല്ലെ. ട്രെഡ്മിൽ അഥവാ മറ്റൊരു ട്രെഡ്മിൽ ടെസ്റ്റിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. എന്താണ് പറയാ? കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ട്രെഡ്മിൽ ടെസ്റ്റ് ഈസ് ആൾസോ നോൺ ആസ് cardiac stress test, കേട്ടോ, TMT. ഓക്കെ, നോക്കുക. ഇത് ആൾസോ നോൺ ആസ് എ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. ഇതിനെ നമ്മൾ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്നും വിശേഷിപ്പിക്കുന്നു. ദിസ് ഈസ് എ കാർഡിയോളജിക്കൽ ടെസ്റ്റ് ദാറ്റ് ഇവാലുവേറ്റ്സ് the heart's capacity to respond to external stress in a controlled clinical environment. The stress response is pursued by excited or by drug stimulation. അതായത് ശരിക്കും പറഞ്ഞ ഇതൊരു കാർഡിയോളജിക്കൽ ടെസ്റ്റ് ആണ് അല്ലെ. ഈ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വളരെ എന്താണ് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ എൻവിറോൺമെന്റില് നമ്മളുടെ ഒരു സ്ട്രെസ്സിനോടുള്ള അല്ലെ. സ്ട്രെസ് എന്ന് പറയുമ്പോൾ അതൊരു എക്സസൈസ് ആവാം, ഓക്കെ, ഒരു വ്യായാമമാവാം, ലൈക്ക് റണ്ണിങ്ങോ വാക്കിങ്ങോ ജമ്പിങ്ങോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ സ്ട്രെസ്സിനോടുള്ള ഹൃദയത്തിന്റെ ആ ഒരു റെസ്പോൺസ്, ഹൃദയം എത്രത്തോളം ആ ഒരു സ്ട്രെസ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സ്ട്രെസ്സിനോട് എങ്ങനെയാണ് ആ ഒരു ഹാർട്ടിന്റെ റെസ്പോൺസ് അത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെഡ്മിൽ ടെസ്റ്റ് നടത്തുന്നത്. അതായത് ഹൃദയത്തിന്റെ ആ ഒരു ശേഷി അറിയാനായിട്ടാണ് അല്ലെ. ദ ഹാർട്ട്സ് കപ്പാസിറ്റി ടു റെസ്പോണ്ട് ടു ദ എക്സ്റ്റേണൽ സ്ട്രെസ് ഇൻ എ കൺട്രോൾഡ് ക്ലിനിക്കൽ എൻവയോൺമെന്റ്. അതായത് വളരെ കൺട്രോൾഡ് ക്ലിനിക്കൽ എൻവയോൺമെന്റിലാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. ട്രെഡ്മിൽ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടുള്ള ആളുകൾക്ക് അറിയാം, നമ്മൾ ആ ട്രെഡ്മില്ലിൽ കയറുന്നു, ആദ്യം സ്പീഡ് കുറച്ച് ആദ്യം നമ്മൾ പതുക്കെ നടക്കുന്നു, പിന്നെ പയ്യെ പയ്യെ സ്പീഡ് കൂട്ടും. അവിടെ നമ്മളൊരു സ്ട്രെസ് കൊടുക്കാണ് അല്ലെ. ഒരു സ്ട്രെസ് കൊടുക്കാണ്, പതുക്കെ സ്പീഡ് കൂട്ടും, പിന്നെ വീണ്ടും കൂട്ടും, വീണ്ടും കൂട്ടും, അങ്ങനെ അവസാനം ഒരു ഓടുന്ന പരുവത്തിലേക്ക് ആകും അല്ലെ. ഘട്ടം ഘട്ടമായിട്ടാണ് സ്പീഡ് കൂട്ടുന്നത്. ശരിക്കും നമ്മൾ അവിടെ ഒരു സ്ട്രെസ് കൊടുക്കുകയാണ് അല്ലെ. ആ സ്ട്രെസ്സിനോട് ആ ഒരു ഹാർട്ട് എങ്ങനെ റെസ്പോൺസ് ചെയ്യുന്നു, എത്രത്തോളം റെസ്പോൺസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. The stress response is pursued by excite or by drug stimulation. അപ്പൊ ഈ സ്ട്രെസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്കതൊരു pursued by excite. Excite means exercise ആണ്. ഒരു എക്സസൈസ് നമുക്ക് കൊടുക്കാം. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസ് കൊടുക്കാം അല്ലെ. അല്ലെങ്കിൽ ഒരു ഡ്രഗ് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു സ്ട്രെസ് കൊടുക്കാം. ആ സ്ട്രെസ്സിന് എത്രത്തോളം ആ ഹാർട്ടിന് എന്താണ് വഹിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്, ആ കപ്പാസിറ്റിയാണ് നമ്മൾ അതിലൂടെ ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് ആൾസോ കോൾഡ് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്നും ഇത് അറിയപ്പെടുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് ഗ്ലൂക്കോമീറ്റർ അല്ലെ. ചിലരുടെയൊക്കെ വീഡിയോയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെ. ഗ്ലൂക്കോമീറ്റർ ഒക്കെ കണ്ടിട്ടുള്ളവരായിരിക്കാം. എന്താണ് ഗ്ലൂക്കോമീറ്റർ എന്ന് പറഞ്ഞാല്? ഗ്ലൂക്കോമീറ്റർ എന്ന് പറയും, ഗ്ലൂക്കോസ് മീറ്റർ എന്ന് പറയും. രണ്ടും ശരിയാണ് കേട്ടോ. ഗ്ലൂക്കോമീറ്റർ അഥവാ ഗ്ലൂക്കോസ് മീറ്റർ എന്ന് വിശേഷിപ്പിക്കും. അപ്പൊ നോക്കുക, എ ഗ്ലൂക്കോസ് മീറ്റർ ഇസ് എ മെഡിക്കൽ എക്യുപ്മെന്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ the proper concentration of glucose in the blood. അതായത് ഒരു ബ്ലഡിലുള്ള അത് ഷുഗർ ചെക്ക് ചെയ്യാൻ, അതായത് നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ കൃത്യമായിട്ടുള്ള കോൺസെൻട്രേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ആൾസോ ബി എ പീസ് ഓഫ് ഗ്ലൂക്കോസ് പേപ്പർ immersed into a substance and measured to the glucose chart. അറിയാം, ഇതിലൊരു സ്ട്രിപ്പ് ഉണ്ടാവും, ഒരു ഗ്ലൂക്കോസ് സ്ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലൂക്കോസ് പേപ്പർ എന്നൊക്കെ നമുക്ക് പറയാം. അത് നമ്മുടെ ബ്ലഡിൽ ഇമേഴ്സ് ചെയ്യും അല്ലെ. ജസ്റ്റ് നമ്മൾ അതിന്റെ സംവിധാനങ്ങളുണ്ട്, ക്ലിക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു ചെറിയ നീഡിലൊക്കെ ഉണ്ട്. ആ നീഡിൽ വെച്ച് നമ്മൾ ആ ഒരു എന്താണ് നമ്മുടെ ആ ഒരു വിരലിന്റെ തുമ്പത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ ഒരു ബ്ലഡിൽ നമ്മൾ ആ ഗ്ലൂക്കോസ് സ്ട്രിപ്പ്, ആദ്യം നമ്മൾ ഗ്ലൂക്കോസ് സ്ട്രിപ്പ് ഗ്ലൂക്കോമീറ്ററിനോട് കൂടി അറ്റാച്ച് ചെയ്യും അല്ലെ. അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ബ്ലഡിൽ നമ്മൾ ആ ഗ്ലൂക്കോസ് പേപ്പർ, ആ ഗ്ലൂക്കോസ് സ്ട്രിപ്പ് ജസ്റ്റ് നമ്മൾ ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഗ്ലൂക്കോസ് റീഡിങ് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഈ ഒരു സംവിധാനമാണ് ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത്. ഇതിപ്പോ ഷുഗർ ഒക്കെ ഉള്ള ആളുകൾ വീട്ടിലൊക്കെ മേടിച്ചു വെക്കാറുണ്ട് അല്ലെ, ഗ്ലൂക്കോമീറ്റർ മേടിച്ചു വെക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മളിപ്പോ ഇന്ന് 31 നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അതോടുകൂടിയിട്ട് നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ തീരും. നെക്സ്റ്റ് വീക്ക് കൂടെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. February 13th ആണ് നമ്മൾ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനുള്ളിൽ രാവിലെ പോർഷൻ ഒക്കെ തീരും. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഞാൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, മെഡിക്കൽ എക്യുപ്മെന്റ്സ് വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്.
ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാനേ ഉള്ളൂ. ഇപ്പം 1-2 എക്യുപ്മെന്റ്സുകൾ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു കൺഫ്യൂഷൻ. ECG, ഹോൾട്ടർ മോണിറ്റർ, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കും. അതുപോലെ നമ്മളൊരു സിറിഞ്ച് പമ്പ് പഠിച്ചില്ലേ, ഏകദേശം അതേ പർപ്പസിന് തന്നെ ഉപയോഗിക്കുന്ന വേറൊരു എക്യുപ്മെന്റ് കൂടെ നമ്മൾ ഇനി അടുത്ത ക്ലാസ് പഠിക്കുന്നത് ഇൻഫ്യൂഷൻ പമ്പ്. പക്ഷെ ഇത് തമ്മിൽ നേരിയ വ്യത്യാസങ്ങളുണ്ട്. ECG, ഹോൾട്ടർ മോണിറ്റർ തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. രണ്ടും ECG എടുക്കാൻ തന്നെയാണ്, പക്ഷെ എന്താണ് വ്യത്യാസമുണ്ട്. അതുപോലെ സിറിഞ്ച് പമ്പ്, ഇൻഫ്യൂഷൻ പമ്പ്, അങ്ങനെ ഒരുപോലെയൊക്കെ ഇരിക്കുന്ന ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അത് മാത്രം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ്. വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം അല്ലെ. ഓക്കെ അല്ലേ എല്ലാവർക്കും? ശരി കേട്ടോ. Thank you, Miss.